അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഈജിപ്തിലെത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇമിഗ്രേഷൻ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി പുറത്തിറങ്ങിയതിന് ശേഷം നല്ല കാഴ്ചകളൊക്കെ കാണട്ടോ. ഇൻഷാ അല്ലാഹ് പറ്റിയത് ഏകദേശം ഒരു ആറൊന്നുമില്ല കാണാൻ കാഴ്ചകളൊക്കെ കാണിക്കാൻ പറ്റിയ ഞാൻ ഉൾപ്പെടുത്താം. എല്ലാവരും ഉണ്ട്. ഇനിയിപ്പോൾ ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇമിഗ്രേഷനിൽ പോയിക്കൊണ്ട് കാണാം. ഒരു കൗണ്ടറിൽ പോകണം. ഇനിയിപ്പം ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ഗൈസ്, ഒരു പെട്ടി കിട്ടി. ഞങ്ങളെ കൂട്ടത്തിലുള്ള എൻ്റെ പെട്ടി കിട്ടി, ബാക്കിയുള്ളവരൊന്നും കിട്ടിയില്ല. നിസാറിൻ്റെ ഇപ്പം വന്നിരിക്കുകയാണ്. നിസാർ ഹാപ്പി. മാഷാഅല്ലാഹ്. ഇനി ഒന്നുകൂടി കിട്ടാണ്ടില്ലേ സാധാ പെട്ടി. അപ്പോൾ പെട്ടി കിട്ടി. ഇനി പുറത്തിറങ്ങണം. ഇതൊക്കെയാണ് കേട്ടോ എയർപോർട്ടിൻ്റെ ചുറ്റുപാട്. നിസാർ നമ്മൾ ഇറങ്ങാൻ പോവല്ലേ? ഒക്കെ കഴിഞ്ഞു അൽഹംദുലില്ലാഹ്. ഇനി പുറത്തേക്ക് ഇറങ്ങിയ ഈജിപ്തിൻ്റെ മണ്ണിലാണ് ഗോയ്സ്. ഇനി നമ്മളെ കളികൾ ഈജിപ്തിൻ്റെ മണ്ണിൽ. ഫൈസസ് എന്തോ നോക്കാൻ വേണ്ടി പോയിണ്. അപ്പോൾ വരും. സുഹൃത്തുക്കളെ, നമ്മൾ ഈജിപ്തിൻ്റെ മണ്ണിൽ കാലിച്ചിരിക്കുകയാണ്, മിസ്റിൻ്റെ മണ്ണിൽ. അപ്പം ഇവിടെ ചുറ്റുപാടൊന്നും ജസ്റ്റ് കാണിച്ചു തരാം. നമ്മളെ അവിടെ എത്തിച്ച ഒരാളുണ്ട്, മുദ്രയെ കാണിച്ചു തരാം ഇൻഷാ അല്ലാഹ്. ഇതിൻ്റെ നമ്മളെ പുറംഭാഗം എയർപോർട്ടിൻ്റെ ചുറ്റുപാടൊന്നും കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമ്മളങ്ങോട്ട് എത്തിച്ച ആളെ പരിചയപ്പെടും. നിങ്ങളുടെ പേരെന്താ? യൂനിസ്. മാഷാ അല്ലാഹ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചുറ്റുപാടുണ്ട് എയർപോർട്ടിൻ്റെ. എല്ലാവരും ഉണ്ട് ഇവിടെ. മാഷാ അല്ലാഹ്. നിസാറുണ്ട്. ഫോട്ടോഗല്ലാണ്. വണ്ടി ഇതാണോ? പെരുന്നാളല്ലേ? ലഗേജ് കാര്യമൊക്കെ കിട്ടി അൽഹംദുലില്ലാഹ്. മാഷാ അല്ലാഹ്. ഗൈസ്, ഫൈനലി നമ്മൾ വണ്ടി എത്തിയിരിക്കുകയാണ്. ഇത് എന്താ ഊബറാ? ഊബറാണ് കേട്ടോ. ഊബറാണ് കേട്ടോ. നിങ്ങൾ കാണാൻ പോകുന്ന കാഴ്ചകൾ മുഴുവനും ഈജിപ്തിലെ വിസ്മയം നിറഞ്ഞ കാഴ്ചകളാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് എപ്പിസോഡുകളായിട്ട് ഓരോന്ന് പുറത്തു വിടാം ഇൻഷാ അല്ലാഹ്. ഫൈനലി നമ്മളെല്ലാം കഴിഞ്ഞു. നമ്മൾ ഈജിപ്തിൻ്റെ മണ്ണിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി വീട്ടിലെത്തണം. നമ്മളിവിടെയുള്ള ഫ്ലാറ്റിലേക്ക് എത്തണം. അതിന് മുമ്പുള്ള കാഴ്ചകളൊക്കെ ഞാനിങ്ങനെ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. സന്തോഷം, ഒരുപാട് സന്തോഷം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു എന്താ പറയുക അനുഗ്രഹം തന്നു. അതിന് അല്ലാഹുക്ക് ശുക്ർ ചെയ്താൽ എത്രയായാലും മതിയുടെ. കാരണം ഒരുപാട് മഹാന്മാരുള്ള ഏകദേശം യൂനിസ് ഉസ്താദ് എത്ര മഹാന്മാർ ഉണ്ട് ഇവിടെ? 300-400 മുകളിലില്ലേ? അതിനേക്കാളേറെ മഹാന്മാരുള്ള ഒരു നാടാണ്. യൂസുഫ് നബി, മൂസാ നബി, ഇവരൊക്കെ ഒരു കാലഘട്ടത്തിൽ എന്താ പറയുക കയ്യിലിട്ട് അമ്മാനാക്കിയ സ്ഥലമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഓരോന്ന് നമുക്ക് എന്താ പറയുക വെറും കണ്ടുപോകലിന് പകരം ചരിത്രത്തോടൊപ്പം കേട്ടോ. ما فيك غير شرعا نصلي انا عايز بس العربيه ഒരുപാട് സംസാരിക്കുക ചെയ്തതുപോലെ ഒന്നും അല്ല. കാര്യങ്ങൾ സംസാരിക്കാം. കണ്ടോ ഒരുപാട് ബിൽഡിങ്ങുകൾ. ഇവിടുത്തെ ബിൽഡിങ്ങുകളെ പ്രത്യേകത പറഞ്ഞാൽ എല്ലാം ഒരേ സ്ട്രക്ചറിലാണ്. അവിടെയും ഇവിടെയല്ല. അക്കീം ഉസ്താദിന്റെ മകൻ എത്ര വർഷം ഉണ്ടായിരുന്നു ഇവിടെ? യാസീൻ ഉസ്താദ് ആണോ? 4 വർഷത്തെ കണ്ടോ ഒരുപാട് അടിപൊളി ഫ്ലാറ്റുകൾ ഒരേ സ്ട്രക്ചറിൽ. നിങ്ങളെവിടെയും പഠിച്ചേ? അജ്മയില. ഇവിടെ നിങ്ങൾ എങ്ങനെ എത്തുന്നത്? ഇവിടെ നമ്മളെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അങ്ങനെ എത്തിയേക്കില്ലേ?
അപ്പം നിങ്ങൾ കാണില്ലേ ഒരേ സ്ട്രെച്ചറിലാണ് ഇത്. ഞാൻ ഇതിൻ്റെ മുമ്പത്തെ വ്ളോഗിൽ നിങ്ങൾ കണ്ടില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫ്ലൈറ്റിൽ നിന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. അതേ സ്ട്രെച്ചറിലാണ്, അടിപൊളിയാണ്. നമുക്ക് കാണാം ഇൻഷാ അല്ലാഹ്. ഒരുപാട് കാണാനും പഠിക്കാനും ഉണ്ട് ഇൻഷാ അല്ലാഹ്. മുഹമ്മദ് സലൻ്റെ നാടാ. സാഹചര്യങ്ങൾ കൊണ്ട് ഈ ഒരു വ്ളോഗ് ഞാൻ എൻഡൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പറയുകയാണ്, വന്ന സമയമായതുകൊണ്ട് ഒരു എക്സൈറ്റ്മെൻറ്റും ക്ഷീണവും ഒക്കെ ഉള്ളതുകൊണ്ട് ഈ ഒരു വ്ളോഗ് ചെറിയ വ്ളോഗായി നിങ്ങൾ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക ഇൻഷാ അല്ലാഹ്. തുടർ കാഴ്ചകൾ നമുക്ക് കാണാം. നമ്മളെ നമ്മൾ പറഞ്ഞ ഏരിയയിലെത്തി. ഞങ്ങളെ റൂം വരുന്ന ദറാസ എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. അത് എല്ലാവരും ഉണ്ട്. പിന്നെ ഇവിടെ ഈ വീഡിയോ എടുക്കുന്നതിന് പ്രശ്നങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കും. അല്ല, ഡ്രോൺ അല്ല, വ്ളോഗ് ചെയ്തൂടെ നമുക്ക്? ഇതിന്റെ